ഞാനുണ്ടല്ല ഇന്നാളൊരു ദിവസം പീച്ചിങ്ങ പച്ചച്ചെമ്മീനും കൂടി ഇട്ടൊരു കറി വെച്ച്. അപ്പം എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞേ അതിലും കുറച്ചും കൂടി ഉഷാറ് ഉണക്ക ചെമ്മീൻ ഇട്ടാലായിരിക്കുമെന്ന്. നമുക്ക് നോക്കിയാൽ അപ്പോൾ ഏതാണ് ടേസ്റ്റ് എന്ന്. ഞാനുണ്ടല്ലോ ഈ പീച്ചിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടേ ഒരു കലത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരിഞ്ഞ് വെച്ച പീച്ചിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ എരിവിനുള്ള പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മളുടെ ഈ ഒരു പീച്ചിക്ക് ഒരു മുക്കാലും അങ്ങോട്ട് വേവിച്ച് എന്നിട്ട് ഇതിനകത്തേക്ക് തലയും വാലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കണം ഉണക്ക ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ബാക്കിയും കൂടെ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടാണ്. ഇത് അത്യാവശ്യം എന്ത് വന്നപ്പോഴേക്കും അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടെ കുറച്ച് തേങ്ങയും 5-6 ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിച്ചിട്ട് നേരെ ഈ അരപ്പ് നമ്മളെ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഈ അരപ്പുണ്ടല്ലോ വെറുതെ ഒന്ന് അങ്ങോട്ട് ചൂടായാൽ മതി. തിളക്കൊന്നും വേണ്ടിട്ട് ഇത് ആകെ പിരിഞ്ഞൊരു കൺസിസ്റ്റൻസി ആവും. പിന്നെ ഉണ്ടല്ലോ ഈ തേങ്ങ അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. ഞാൻ പിന്നെ കറിയിൽ തന്നെ അത്യാവശ്യം നല്ലോണം ഇട്ടേക്കണോണ്ടാട്ടാ ഈ അരപ്പിൽ ഇടാഞ്ഞത്. ഇനി നമുക്ക് താളിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടേ കടുക് വറ്റൽമുളക് കറിവേപ്പിലിട്ട് പൊടിച്ച് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ നമ്മുടെ കറിയിലോട്ട് അങ്ങനെ താളിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പീച്ചിക്ക ഉണക്ക ചെമ്മീൻ കറിയിട്ടാ.